ഇന്ന് 90% കമ്പനികളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു 5% കമ്പനികളെ റിസൾട്ട് എടുക്കണുള്ളൂ. ഞങ്ങളും ഈ പറഞ്ഞ പോലെ 200-ലധികം കമ്പനികളെ ഹെൽപ്പ് ചെയ്തപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റ്ലസ് ഞങ്ങൾക്ക് വലിയ ഗ്രോത്ത് സ്റ്റോറി. അപ്പൊ എന്തുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ വർക്കായി? അതിൽ കുറെ പേര് ഓണത്തിന്റെ ആഘോഷം കണ്ടല്ലോ, നിങ്ങളുടെ പോസ്റ്റ് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. നമ്മൾ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിയാസ് ആ ഒരു ഫേസ് അങ്ങ് മാറ്റി. ഞങ്ങളൊരു മീറ്റിംഗിൽ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇത്രയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, നമുക്കൊരു കറക്റ്റ് കാൽക്കുലേഷൻ ആദ്യം പറഞ്ഞത്. അതിൽ നിന്ന് നമ്മൾ കൺവിൻസ് ആവും. ഞാൻ എന്ത് എന്നുള്ളത് ഇപ്പം മറ്റേ എന്താ പത്തായത്തിൽ നെല്ലിണ്ടെന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മൾ എന്താന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാല്ലേ അറിയുള്ളൂ. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ അറ്റ്ലസിന് മതി എന്ന് തീരുമാനിക്കേണ്ട ആ ഒരു റീസൺ എന്തായിരുന്നു? പീപ്പിൾ ആളാണ് ഞാൻ ശരിക്കും. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചു തന്നെ എന്താ നിർത്ത്, സ്ലോ ആക്കുന്ന ഞാൻ അടുക്ക് പറയുള്ളൂ, ഇത്രയും ലീഡ്സ് വേണ്ട. പണ്ടൊക്കെ പറയായിരുന്നു നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടു, നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് തന്നപ്പോ അങ്ങനെ സംഭവം ഇല്ല. കാരണം റൈറ്റ് ആൾക്കാരെ കാണുന്നത്. ലീഡ് ഇല്ലാത്തതല്ലല്ലോ പലരുടെയും പ്രശ്നം, ക്വാളിറ്റി ലീഡ്സ് ഇല്ല. ക്വാളിറ്റി ലീഡ്സിന്റെ പെർസെന്റേജ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലീഡായിട്ട് വരും, പിന്നെ നമ്മുടെ ഫ്രണ്ട് ആവും, കഴിഞ്ഞ് കഴിയുമ്പോൾ റിലേറ്റീവ്. ഞങ്ങൾ അടിച്ച് പിരിയൂല. കാരണം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് വീട് വെക്കുമ്പോൾ ഒരാളും അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണം, അല്ലെങ്കിൽ എത്ര ബീം അവിടെ പോകണം അവർക്ക് അറിയില്ല, നമുക്ക് അറിയില്ല. നമുക്ക് അത് എല്ലാം കവർ ചെയ്തു. എൻ്റെ റൂം എങ്ങനെ വേണം, ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ഞങ്ങളെ കിച്ചൺ എങ്ങനെ വേണം. വന്നു കഴിഞ്ഞാലും മനുഷ്യൻ വേണം. ഹാർട്ടില്ല. ഞങ്ങൾക്ക് ഒരു മാസം എത്ര പോസ്റ്റർ വേണമെന്ന് ചോദിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പ്രോഫിറ്റ് ചോദിക്കണേ? പ്രോഫിറ്റ് ചോദിക്കണ കൊണ്ട് അർത്ഥമില്ലേ ചേർക്കാൻ? കാരണം നിങ്ങളാണ് ഞങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നത്. അതെ, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് തരുന്ന പൈസ എന്റെ പ്രോഫിറ്റ് എന്നായിരുന്നു. ഇത് ഗ്രോത്ത് ഫാദറിന്റെ ഒരു സീരീസ് ആണ്. ഞങ്ങൾ ആദ്യത്തെ എപ്പിസോഡാണ് ഗ്രോത്ത് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 3 വർഷമായി ഗ്രോത്ത് ഫാദർ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏകദേശം 200-ലധികം കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ബിസിനസ് ഹെഡാണ് ഗ്രോത്ത് ഫാദറിന്റെ. എല്ലാ സെയിൽസ് മീറ്റിങ്ങുകളിലും ഞാൻ ഇരിക്കണേണ്. അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ ക്ലയൻസ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കെ വായിന്ന് ആദ്യം മറ്റേ കാണാപ്പാടം പഠിച്ച പോലെ വരുന്നതാണ് അറ്റ്ലസ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഓർഡറിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ആരുടെ ഗ്രോത്ത് സ്റ്റോറി പറയണം എന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വേറെ ആലോചിക്കേണ്ടൊന്നും വന്നിട്ടില്ല, അറ്റ്ലസ് മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഷെയർക്കാടൊന്നും അങ്ങോട്ട് വിളിച്ച് ചോദിക്കാത്തോണ്ടാവും വലിയ പ്രശ്നങ്ങളൊന്നും. പിന്നെ ധൈര്യത്തിൽ വിളിക്കാം. ഇപ്പൊ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ചീത്ത വിളിക്കുമല്ലോ. അപ്പൊ അവിടെ ഉണ്ട്. ഷെയർക്കാർക്ക് തന്നെ അറിയാം, ഇന്ന് 90% കമ്പനികളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു 5% കമ്പനികളെ റിസൾട്ട് എടുക്കണുള്ളൂ. ബാക്കി എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കാവില്ലാത്താണോ, എൻ്റെ കമ്പനി വർക്കാവാത്താണോ, എൻ്റെ സ്റ്റാഫിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് മനസ്സിലാവാണ്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാടെ അടുത്ത് എനിക്ക് വേണ്ടതും ആ ഒരു ഓണസ്റ്റ് കോൺവെർസേഷനാണ്. അതായത് ഞങ്ങളും ഈ പറഞ്ഞ പോലെ 200-ലധികം കമ്പനികളെ ഹെൽപ്പ് ചെയ്തപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റ്ലസ് ഞങ്ങൾക്ക് വലിയ ഗ്രോത്ത് സ്റ്റോറി. അപ്പൊ എന്തുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ വർക്കായി? ഞങ്ങളിലേക്ക് വന്നത് എങ്ങനെയാണ്? ഗ്രോത്ത് ഫാദർ നിയാസിനെ അറിയായിരുന്നു. നിയാസ് ഒരു വൈബ്രന്റ് ജെന്റിൽമാനായിരുന്നു. കാരണം നിയാസ് എന്നായിട്ടല്ലേ കണക്ക്, എന്റെ ഫാദറിനായിട്ട്. നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ഒത്തിരി മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഇടുക, അത് പോസ്റ്റ് ചെയ്യുക, അത് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുക, നമ്പർ ചോദിക്കുമ്പോൾ അവരെ വിളിക്കുക. അപ്പോൾ അവർ പറയും ഞാൻ വെറുതെ നോക്കിയതാണ്, വെറുതെ അങ്ങനെ ഒരു കൺസെപ്റ്റ്. അതിൽ നിന്നൊരു കുറച്ച് ലീഡ്സ് വരും. അതിൽ കുറെ പേര് ഓണത്തിന്റെ ആഘോഷം കണ്ടല്ലോ, നിങ്ങളുടെ പോസ്റ്റ് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. നമ്മൾ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിയാസ് ആ ഒരു ഫേസ് അങ്ങ് മാറ്റി. ഞങ്ങളൊരു മീറ്റിംഗിൽ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇത്രയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, നമുക്കൊരു കറക്റ്റ് കാൽക്കുലേഷൻ ആദ്യം പറഞ്ഞത്. അതിൽ നിന്ന് നമ്മൾ കൺവിൻസ് ആവും. അങ്ങനെ നിയാസിന് നമ്മൾ അതുവരെ എങ്ങനെയാ ശരിക്കും സെയിൽസ് വന്നോണ്ടിരുന്നത്? മാക്സിമം ആയിട്ട് റെഫറൻസ് ആയിരുന്നു നമുക്ക് കൂടുതൽ. അധികം അറ്റ്ലസിന്റെ ഒരു റെഫറൽ കസ്റ്റമേഴ്സിന്റെ പെർസെന്റേജ് കൂടുതൽ. ഇപ്പോഴും നമുക്ക് റെഫറൻസ് ഏറെക്കുറെ വരണം. ഈ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവരെ നമ്മളെ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്നു തന്നെ ചെയ്യേണ്ടത് വല്ല ഒരു മാസം നമുക്കൊരു പ്ലാൻ തരും. അത് കുറെ ലീഡ് വരും, കുറെ കൺവിൻസ് ആവില്ല, കുറെ. അപ്പൊ ഞാൻ എപ്പോഴും നോക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ലീഡിന്റെ പെർസെന്റേജ് നോക്കല്. അപ്പോൾ ഗ്രോത്ത് ഫാദർക്ക് കൊടുത്തതിന് ശേഷം
അറിയാം നമുക്കൊരു തെറ്റില്ലാത്ത രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ കാൽക്കുലേഷൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളതല്ല. നിയാസ് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എവിടെ എത്തണം, അല്ലെങ്കിൽ ബിലാലിൻ്റെ അടുത്ത് മീറ്റിംഗ് ചോദിക്കും എവിടെ തനിക്ക എങ്ങനെയാണ് നിങ്ങൾക്ക് സെയിൽ വേണ്ടത്, നിങ്ങളാണ് ചോദിക്കുന്നത്. നമ്മളൊരിക്കലും ഷജീർ ഖാന്റെ ലീഡ്സിന്റെ എണ്ണം ചോദിക്കാറില്ല. ഇല്ല, നിങ്ങൾക്ക് എവിടെ എത്തണം, എത്ര സെയിൽ വേണം, എത്ര സെയിൽ വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് അവിടെ നിങ്ങൾക്ക് എന്ത് ബിസിനസ് വേണം എന്നുള്ള സംസാരം ഉണ്ടായിട്ടില്ല. മനസ്സിലായി. നിങ്ങളിരുന്ന അതാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിയാസ് എനിക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും, ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തി. നമ്പേഴ്സ് മാത്രം. ലീഡ്സ് എനിക്ക് തോന്നുന്നുണ്ട് പലരും ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എനിക്ക് ലീഡ് വേണ്ട, ലീഡ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. ലീഡ് ഇല്ലാത്തതല്ലല്ലോ പലരുടെയും പ്രശ്നം, ക്വാളിറ്റി ലീഡ്സ് ഇല്ല. ക്വാളിറ്റി ലീഡ്സിന്റെ പെർസെന്റേജ് ശരിക്കും അവിടെ എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. കാരണം അന്ന് അറ്റ്ലസ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഗ്രോത്ത് ഫാദറിലില്ല. നിയാസ് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും ഈ മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആർ യു റെഡി എന്ന് ചോദിച്ചിട്ടുണ്ടാവും. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങുമ്പോൾ വലിയൊരു റിസ്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് എപ്പോഴും ഫ്ലാഷി സംഭവങ്ങളാണ്, ഭയങ്കര തിളക്കമാണ് മാർക്കറ്റിങ്ങിന്, ഞങ്ങൾ അടിപൊളിയാണെന്ന് എല്ലാവരും പരസ്യത്തിൽ പറയുള്ളൂ. ആളുകൾ ഇത് കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര കൂടുതൽ പരസ്യം ചെയ്യണോ അത്രയും ഇരട്ടി തിരിച്ചു നെഗറ്റീവ് അടിക്കും. അപ്പൊ ഇത് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്ന പോയിന്റ് അവിടെ എനിക്ക് ധൈര്യത്തിൽ എൻ്റെ ബ്രാൻഡിനെ ഇനി പ്രസന്റ് ചെയ്യാം. കാരണം ട്രിവാൻഡ്രത്ത് മാത്രമായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രോത്ത് എന്താന്നുള്ളത് ഇപ്പൊ എവിഡന്റ് ആണ്. വന്ന് നിയാസ് വരുന്ന സമയത്ത് നമുക്ക് ട്രിവാൻഡ്രത്ത് പട്ടത്ത് മാത്രമേ ഇപ്പോൾ കൊച്ചിയിലെത്തി. ഇത്രയും നമുക്ക് ആ ഗ്രോത്ത് ഇല്ല എന്ന് പറയില്ല. അന്നും നമുക്ക് ഡിജിറ്റലിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ഉണ്ട്. നമ്മൾ 99 സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഫാദറാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ക്ലൈൻറ്റ് ബേസ് ആണ് നമ്മുടെ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിൻ്റെ യുണീക്നെസ്. വീട് വെക്കുമ്പോൾ ഒരാളും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണം, അല്ലെങ്കിൽ എത്ര ബീം അവിടെ പോകണം അവർക്ക് അറിയില്ല, നമുക്ക് അറിയില്ല. നമുക്ക് അത് എല്ലാം കവർ ചെയ്തു. എൻ്റെ റൂം എങ്ങനെ വേണം, ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ഞങ്ങളെ കിച്ചൺ എങ്ങനെ വേണം, അതൊരു സ്വപ്നം, മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഡ്രീമും കൊണ്ട് കസ്റ്റമർ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാ സൊല്യൂഷൻസും ഇവിടെ. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ ബേസ് ആയാലും നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് അനുയോജ്യമായിട്ടുള്ള സ്പേസിൽ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം, അതിന് സൊല്യൂഷൻ കൊടുക്കാം. പിന്നെ നമ്മുടെ ഫാക്ടറി മാനുഫാക്ചർ ചെയ്യുന്ന ഈവൻ നമുക്ക് നമ്മുടെ ഓരോ ക്ലയൻസിന് വിസിബിളാണ്, നമുക്ക് അവിടെ പോയി കാണാം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ട്രസ്റ്റ് ആണ്, ട്രാൻസ്പെറൻസി. അപ്പൊ അത് ധൈര്യത്തിൽ പുറത്ത് പറയാൻ. പിന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ എന്ത് പറയണോ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 10,000 പ്രോജക്ട്സ് ആയി. അപ്പോൾ അത്രയും ക്ലൈന്റ് ബേസ് ആയി. എനിക്ക് തോന്നുന്നുണ്ട് അവരെ റെഫറൻസ് തന്നെ ഞാൻ പറയും 10% റെഫറൻസ് ഒരു മന്ത്ലി കിട്ടി കഴിഞ്ഞാൽ നല്ലപോലെ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലീഡ്സ് വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നമാണ് ഈ വരുന്ന ലീഡിന്റെ പ്രളയം എന്ന് പറയുന്ന പരിപാടി. കാരണം നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചു തന്നെ എന്താ നിർത്ത്, സ്ലോ ആക്കുന്ന ഇത്രയും ലീഡ്സ് വേണ്ട, ഇത്രയും ലീഡ്സ് വേണ്ട, നല്ല ലീഡ്സ് ചിലപ്പോ നമുക്ക് ഇത്രയും ലീഡ്സ് ചിലപ്പോൾ പിള്ളേക്ക്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് വിങ് ആയി. അന്ന് ഇല്ലായിരുന്നു. അന്ന് ഒരാൾ ഒരു ഫ്രണ്ട് ഡെസ്ക് പോലെ റിസപ്ഷനിൽ പോലെ ഇരിക്കുന്ന സെറ്റപ്പ് എന്നാണ് നിയാസ്. ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് വിങ് ആയി. ലീഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ലീഡ്സ് മാത്രം ഇരുന്ന് വിളിച്ച് അത് ഫിൽട്ടർ ചെയ്ത് ഓരോ ഷോറൂമുകൾക്ക് കൊടുക്കാനുള്ള ഒരു വിങ് ആയി. അപ്പൊ ഡീറ്റെയിൽ മാർക്കറ്റിംഗിലേക്ക് പൈസ ഇട്ടേക്കാം എന്ന് വിചാരിക്കുമ്പോ അതിന്റെ കൂടെ തന്നെ കുറെ ചെലവുകളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ടെലികോളറിനെ കൂട്ടണം, അവർക്ക് CRM സോഫ്റ്റ്വെയർസ് കൊണ്ടുവരണം, അവർക്ക് ഫോളോ അപ്പ് സിസ്റ്റംസ് കൊണ്ടുവരണം, ഓട്ടോമേഷൻസ് കൊണ്ടുവരണം. ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഇന്ന് എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. ആഡ്സ് മാത്രം നടന്ന എല്ലാ പരിപാടിയും ഇന്ന് SEO അടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊപ്പം ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് പലരും എന്താ പറയണേ, വരട്ടെ റിസൾട്ട് വരട്ടെ, പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഈ ലീഡ് കൃത്യമായിട്ട് വിളിച്ചില്ലെങ്കിൽ കസ്റ്റമർ പോവും എന്നുള്ളത് അതെങ്ങനെയാ, ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് ചെയ്യാൻ പ്രിപ്പയർഡ് ആയത് എങ്ങനെയായിരുന്നു? പ്രിപ്പയർഡ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രിപ്പയർഡ് ആയതാണ്. കാരണം ഇത്രയും ലീഡ്സ് വന്നു. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലീഡ്സ് വരുന്നുണ്ട്, നിങ്ങൾ ചെയ്യണെല്ലാം കറക്റ്റാണ്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് അതൊരു വീക്ക് ആവാൻ പാടില്ല. കാരണം അതിൻ്റെ കൺസൾട്ടിങ് എനിക്ക് വരാറുണ്ട്. നിയാസ് തന്നെ എൻ്റെ അടുത്ത് പറയും, അത് ഇങ്ങനെയാണെങ്കിൽ 2 പേരെ പോസ്റ്റ് ചെയ്യണം, ഈ രീതിയിൽ വേണം. അങ്ങനെയാണ് ആ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. കാരണം ഒരാളെ കൊണ്ട് ഒരിക്കലും ഇപ്പൊ ഏത് കോൾ സെന്റർ ആയാലും 100 കോൾ അതിന്റെ മേലോട്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ പിള്ളേരെ പിന്നെ മൈൻഡ് പോകും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനാണ് ആ ഒരു ലീഡ് അനലിസ്റ്റ്. കാരണം
ഒരിക്കലും അത് എല്ലാം എടുത്തിട്ട് ഞാൻ ഒരു ഷോറൂമിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾ തരുന്ന ലീഡ് എല്ലാം കൂടി തിരുവനന്തപുരത്ത് ഷോറൂമിന് കൊടുത്താൽ അവർക്ക് അവിടെ സെയിൽസ് ടീം ഫ്ലോപ്പ് ആവും. കൊല്ലത്ത് കൊടുത്താലും കൊടുക്കും. പക്ഷെ അതിന്ന് ഞങ്ങൾ അതാണ് ആദ്യം വന്ന, കാരണം സോഷ്യൽ മീഡിയ നിങ്ങൾ കാർഡടിച്ച് വെടി വെക്കണം, ഇഷ്ടം പോലെ ആൾക്കാരെ അപ്പൊ ഈ ചുമ്മാ പറയും ഞാൻ രാത്രി കിടക്കുമ്പോൾ സ്ക്രോൾ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ ഇതെല്ലാം ഫിൽട്ടർ ചെയ്ത് യഥാർത്ഥ നമ്മുടെ ക്ലൈന്റ് ബേസ്, കാരണം നമുക്ക് അറിയാലോ നമ്മളൊരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ഒരു ലെവലിന്റെ മേളിട്ട് അതൊരു പ്രൊജക്ട് വാല്യൂ ഉണ്ട്, ആ വാല്യൂവിന്റെ താഴോട്ടുള്ള പ്രൊജക്ട് നമ്മൾ എടുക്കൂല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് റൈറ്റ് കസ്റ്റമർ ആക്കിയിട്ട് നമ്മൾ ഓരോ ഷോറൂമിൽ കൊടുക്കും. അപ്പോൾ അതിന് നിങ്ങളൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഗ്രോത്ത് ഫാദറും എൻ്റെ ലീഡ് അനലിസ്റ്റ് ടീമും എപ്പോഴും കണക്റ്റഡാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ ചോദിക്കരുതെന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമല്ലോ. ടേൺ ഓവർ എത്രയാ, പ്രോഫിറ്റ് എത്രയാ, പ്രോഫിറ്റ് മാർജിൻ എത്രയാ, കഴിഞ്ഞ 6 മാസമായിട്ട് പ്രോഫിറ്റിലാണോ, അതെ ഇതെന്തിനാ നിങ്ങൾ എത്ര പോസ്റ്റർ വേണമെന്ന് ചോദിച്ചാൽ പോരെ, ഞങ്ങൾക്ക് ഒരു മാസം എത്ര പോസ്റ്റർ വേണമെന്ന് ചോദിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പ്രോഫിറ്റ് വെക്കണേ? പ്രോഫിറ്റ് ചോദിക്കണ കൊണ്ട് അർത്ഥമില്ലേ ശരിക്കും, ഞങ്ങൾ പ്രോഫിറ്റ് അറിയണം. പിന്നെ ഡെഫിനറ്റ്ലി അത് അറിയണം, കാരണം നിങ്ങളാണ് ഞങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നത്. അതെ, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് തരുന്ന പൈസ എന്റെ പ്രോഫിറ്റ് തരുന്നത്, അല്ല ഞാൻ കയ്യിൽ നിന്നിട്ട് തരുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് ഇല്ലേ. ഞാൻ മാർക്കറ്റിങ്ങിനുള്ള ഫണ്ട് എന്റെ കയ്യിൽ നിന്നല്ല, നിങ്ങൾ എന്ത് തന്നോ അതിന്റെ ഒരു പെർസെന്റേജ് ആണ് നിങ്ങൾക്ക്. തുടക്കത്തില് കുറച്ച് അടുത്ത മാസത്തെ എന്റെ ഫിഗർ എന്താ, അടുത്ത ക്വാർട്ടറിൽ എന്റെ ഫിഗർ എന്താന്ന് ഗസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ടാവും തുടക്ക സമയത്ത്. ഇന്ന് ശരിയാർക്കാർക്ക് അറിയാൻ പാടില്ലേ ഞാൻ അടുത്ത വർഷം ഇത്ര വോളിയം ചെയ്യുന്നുള്ളത്, കറക്റ്റ് ആയിട്ട് പീസ്ഫുള്ളി അറിയാൻ പാടില്ലേ. കറക്റ്റ് ആയിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ ഉണ്ട്. ഓരോ ഇപ്പൊ എന്റെ ടീമിനായാലും ഓരോ മന്ത്ലി എത്ര പ്രോജക്റ്റുകളാണ് വരുന്നത്, ഏതൊക്കെ പ്രോജക്റ്റുകളാണ് വരുന്നത്, കറക്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ഫാക്ടറി പോകണം, എല്ലായിടത്തും പ്ലാൻ ഉണ്ട്. അത് നമുക്ക് ഓരോ ഇയർലി നമ്മൾ അതിന്റെ ഗ്രോത്ത് ഇട്ടിട്ട് എത്ര പെർസെന്റ് അതിനനുസരിച്ച് ടീം സ്ട്രെങ്ത് മാറും, ഇൻവെസ്റ്റ്മെന്റ് മാറുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ വന്നു, അടുത്ത കോഴിക്കോട് വരുന്നത്, എവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിന്റെ രീതി മാറുന്നുണ്ട്. ഓരോ സമയത്ത് ആ രീതിയിൽ മാറി വരും. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയായിരുന്നു നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടു, നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് തന്നപ്പോൾ അങ്ങനെ സംഭവമില്ല. കാരണം റൈറ്റ് ആൾക്കാരെ കാണുന്നത്. അപ്പൊ ചിലർ പറയും നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളിൽ ഇതിപ്പോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ കാണിക്കുന്നത്, ആവശ്യമുള്ളവർ മാത്രം കാണുന്നുള്ളൂ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എല്ലാവരും കാണേണ്ട ആവശ്യമില്ല. അതെ അതെ, ഈ സോഷ്യൽ മീഡിയ ബൂസ്റ്റിംഗ് മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഇപ്പൊ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം സ്വാതന്ത്ര്യദിനത്തിനൊരു പോസ്റ്റർ, ക്രിസ്മസിനൊരു പോസ്റ്റർ, ഓണത്തിനൊരു പോസ്റ്റർ, ഇതായിരുന്നു ഒരു കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്ന് എസ്പെഷ്യലി AI വന്ന പിന്നെ നമ്മൾ തന്നെ വിചാരിക്കാറില്ലേ, ഞാനിത് മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ ഇതിന്റെ പരസ്യം വന്നല്ലോ, അങ്ങനെ വരെ അൽഗോരിതം നമ്മളെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് എത്താൻ ഇത്ര എളുപ്പമായിരിക്കെ അത് കുറച്ച് ഏതെങ്കിലും ഒരു കമ്പനി വെറുതെ 10,000 രൂപയ്ക്ക് 5 പോസ്റ്റർ ഇടാന്ന് പറയുമ്പോൾ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വിചാരിച്ച് പോയി ചെയ്യുന്ന കമ്പനികളുള്ള നാടാണ് നമ്മുടെ. എന്തുണ്ട് വിശേഷം? സുഖം. അപ്പോ നമ്മൾക്ക് അറ്റ്ലസിന്റെ നമ്മൾ അന്ന് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അതിന്റെ ഒരു ടെസ്റ്റിമോണിയൽ ബേസ് ചെയ്ത് എങ്ങനെയാണ് അറ്റ്ലസിനെ ചൂസ് ചെയ്ത്, എന്തൊക്കെയാണ് അജി ചൂസ് ചെയ്യേണ്ടായ കാരണം, അത് എങ്ങനെയാണ് അറ്റ്ലസ് ഡെലിവർ ചെയ്ത് എന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫ് വാങ്ങാൻ വേണ്ടി വിളിച്ച. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു പാച്ച് വർക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ടാവാം. അതായത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ. എനിക്ക് അജിയുടെ 2 റെഫറൻസ് വന്നിരുന്നത് ഞങ്ങൾ ഒന്ന് തീർത്തു ഇപ്പോ. അതാ ഞാൻ അതാ പറയാൻ വന്നത്. നമുക്ക് എല്ലാവരും അവരുടെ ഒരു ഡ്രീം ഒക്കെയാണ് ചെയ്യുന്നത്. അതൊരു ലൈഫിൽ ഒരു വൺ ടൈം അറ്റംപ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അജി. ഇവിടെ നമ്മുടെ ടീം ഫ്രീക്വന്റ്ലി ചിലപ്പോൾ വിളിക്കണ്ടാവും, ചിലപ്പോൾ അവിടുത്തെ നമ്പർ ആയതുകൊണ്ട് ഇപ്പൊ കണക്ട് ആവുണ്ടാവില്ല. ഇനിയിപ്പോ 2 ചോദ്യം ഞാൻ ചോദിക്കാം സാർ. ഇപ്പോ അറ്റ്ലസിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഗ്രോത്ത് ഫാദർ ആണ്. അപ്പോൾ ഞാൻ ഗ്രോത്ത് ഫാദർ എന്നുള്ള കമ്പനിയാണ്, അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യണതും. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ അറ്റ്ലസിന് മതി എന്ന് തീരുമാനിക്കേണ്ട ആ ഒരു റീസൺ എന്തായിരുന്നു? അല്ല, ഞാൻ എപ്പോഴും ഈ പീപ്പിൾ ആളാണ് ഞാൻ ശരിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ഒന്നല്ലല്ലോ. നമ്മളൊരു വീട് പണി തുടങ്ങുന്നു, ആ വീട് പണി തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളെ പറ്റി നമുക്ക് ചിലപ്പം കല്ലെവിടെ നിന്ന് എടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പൊ നോക്കി തുടങ്ങുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് അത് എന്റെ
കാര്യമാട്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. 2.5 കൊല്ലം ഇപ്പുറമാണ് ഞാൻ പറയുന്നത്. അതെ അതെ, സാറിന്റെ സംസാരത്തിൽ ആ ഒരു തൃപ്തി തീർച്ചയായിട്ടും കാണാനുണ്ട്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഇപ്പൊ ഒരു ഷർട്ട് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ ഷർട്ട് കളയാം, അടുത്ത ഷർട്ട് മേടിക്കാം. അങ്ങനെയല്ലല്ലോ വീടിന്റെ ഉള്ളിൽ ഇന്റീരിയർ എന്നൊന്നും പറയണേ. വർഷങ്ങളോളം നമ്മൾ അതിനെ ഗിൽറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സാർ ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞിട്ടും സാറിന് അതിൽ ഹാപ്പിനെസ് ആന്ന് പറഞ്ഞാല് 2.5 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്റീരിയേഴ്സ് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതും കൂടെയാണ്. സോ എനിവേസ്, താങ്ക് യു സോ മച്ച് സാർ. ഇതെന്താണെന്ന് അറിയോ, ഞങ്ങള് സാധാരണ രീതിയിൽ ടെസ്റ്റിമോണിയൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് എടുത്ത് അങ്ങനെയുള്ളൊരു പരിപാടികളൊക്കെ ആണല്ലോ. അത് മാറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ സ്റ്റോറീസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഉണ്ടാക്കണേ? റിയൽ സ്റ്റോറീസ് ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കിയ പോരെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ക്രിപ്റ്റും ഇല്ലാണ്ട് സാറിനെ അങ്ങനെ ഡയറക്റ്റ് വിളിക്കുക, എടുത്തില്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ള രീതി തന്നെ അങ്ങ് വിളിച്ചേ. മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലായോണ്ടോ പറയേണ്ടിരുന്നേ. ഷെജീർക്കാരുടെ കാര്യത്തിലും അറ്റ്ലസിന്റെ കാര്യത്തിലും ടെസ്റ്റിമോണിയലിന് പഞ്ഞമേ ഇല്ല നമുക്ക്. കാരണം ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ സാറിനെ വിളിച്ചോലെ ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ക്ലയൻസിനെ ഹാപ്പി ആക്കാൻ പറ്റണമെങ്കിൽ അതിനൊരു ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഷെജീർക്കാക്ക് ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആവില്ല, കുറച്ചുപേര് ഹാപ്പി ആവും. അതെങ്ങനെ കീപ്പ് ചെയ്യണേ? ആ ഒരു ജേർണി എങ്ങനെയാ? ഇതിലെ ബിലാലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലീഡ് വരുമ്പം ഇപ്പം നമ്മൾ വരുന്ന ഫ്രണ്ടാവും, റിലേറ്റീവ് ആവും എന്ന് പറയും. ഫസ്റ്റ് ലീഡായിട്ട് വരും, പിന്നെ നമ്മുടെ ഫ്രണ്ടാവും, കഴിഞ്ഞ് കഴിയുമ്പോൾ റിലേറ്റീവ്. ഞങ്ങൾ അടിച്ച് പിരിയൂല. കാരണം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്താണോ കമ്മിറ്റ് ചെയ്യണം അതേ കമ്മിറ്റ് ചെയ്യും. എല്ലാം നമ്മളൊരു ഫേക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു വർക്ക് എടുക്കുന്നില്ല. ഫസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചിലവർ വിളിച്ചിട്ട് പറയും ഒരു കൊട്ടേഷൻ തരുന്ന നമ്മൾ കൊടുക്കൂല, പ്രൈസ് എത്ര നമ്മൾ പറയില്ല. കാരണം അതല്ല ഇപ്പൊ എന്റെ സ്വപ്നമല്ല ബിലാലിന്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിരുന്ന് റിലാക്സ് ആയിട്ട് സംസാരിച്ച് ആ ക്ലയന്റിന്റെ കൺസെപ്റ്റ് അറിയണം. ഇപ്പൊ ചിലവർക്ക് അറിയാം ഒരു മീഡിയം സൈസ് ലെവലിൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ഡ്രീം. അപ്പോൾ നമ്മളത് എങ്ങനെയൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ ഇതിന് അങ്ങനെ നമുക്ക് ഇവിടുന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞ സാധനം ഇതിലാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എനിക്ക് ആ കോൺഫിഡൻസ് ഏത് കസ്റ്റമറെയും വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീം അവിടെ പോയിട്ടുണ്ടാവും. ഒരിക്കലും ഒരാളെയും അൺഅറ്റൻഡ് ആയിട്ട് ഇവിടെ ആഫ്റ്റർ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു വിങ്ങേ നമുക്കുണ്ട്, അറ്റ്ലസ് കാർഡ് എന്ന് പറഞ്ഞു. ഇവര് ഫ്രീക്വന്റ്ലി ക്ലയന്റിന് അങ്ങോട്ടാ വണ്ടി കാണലുണ്ട്. ഇപ്പൊ കൊച്ചിയില് ഞാനിങ്ങനെ വന്നു കഴിയുമ്പോ എല്ലാ ദിവസവും കാണാം നമ്മുടെ വണ്ടി പോണത്. അപ്പൊ ലൈവ് ആണെന്നറിയാം. അവിടെ തന്നെയാണ് ഈ വീഡിയോസിന്റെ കാര്യം. പോസ്റ്റേഴ്സിന്റെ ചെലവല്ല ഒരിക്കലും വീഡിയോ എടുക്കാൻ. ഇതൊരു ചെലവുള്ള പരിപാടിയാണ്. കുറച്ച് ചെലവ് എന്തായാലും ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്നെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ തോന്നി? ഞാൻ എന്തെന്നുള്ളത് ഇപ്പൊ മറ്റേ പത്തായത്തിൽ നെല്ലുണ്ടെന്ന് എലിക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മൾ എന്താന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാല്ലേ അറിയുള്ളൂ. ഇപ്പൊ പല സമയത്തും നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മാർക്കറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ്, എക്സിബിഷൻസ്, എക്സ്പോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ എക്സ്പോ കണ്ടിട്ടുണ്ടോ ശരിക്കും ഷോറൂം ഈ ഒരു ഷോറൂം അവിടെ കൊണ്ടുപോയി. അപ്പൊ നമുക്കായിട്ട് ഹ്യൂജ് എഫേർട്ട് നമ്മുടെ ടീം വർക്ക് ചെയ്യണം. പിന്നെ എക്സ്പോന്റെ സമയം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിച്ചാലേ കാര്യമുള്ളൂ. അല്ല ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും എനിക്ക് കൊടുക്കാനും മടിയാണ്. അല്ല എനിക്ക് മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. മാർക്കറ്റിംഗ് ആണ് അൾട്ടിമേറ്റ്. അവിടെ നമ്മളൊരു തുടക്കം ഇടുവാണ്. ആ തുടങ്ങി അവിടെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ആ കസ്റ്റമർ ഇവിടെ വരുമ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ബിസിനസ് നടന്നു. ബിസിനസ് ശരിക്കും അത്രേ ഉള്ളൂ. ഒരുപാട് കമ്പനികൾ ഞങ്ങൾക്ക് ക്ലയൻസ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ എനിക്ക് തോന്നുന്നു കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അങ്ങനത്തെ ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇപ്പോൾ മനസ്സിൽ നമുക്കൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനെ ഡിസൈൻ ആക്കി തരുന്ന AI സോഫ്റ്റ്വെയറുകൾ, ജസ്റ്റ് റൂമിന്റെ ബിൽഡപ്പ് ഏരിയയുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കാണിച്ചു തന്നെ സോഫ്റ്റ്വെയറുകളൊക്കെ ആയി വരുന്നു. ഈ നമ്മുടെ ഫീൽഡിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ആർക്കും ചെയ്യാവുന്ന ഒന്നായിട്ട് വരുമോ ഈ ഇന്റീരിയർ ഡിസൈൻ? ആർക്കും ചെയ്യായല്ല. നമ്മളിപ്പോ ഏകദേശം എല്ലാവർക്കും തോന്നുമല്ലോ ഞാനും ഡിസൈനർ ആയി അല്ല. ഈ പ്രൊഡക്ഷൻ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആക്കാം. മറ്റേതൊരു മാനുവലി ഒരാൾ ചെയ്യുമ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് ചെയ്യണതിൻ്റെ പകരം ഇത് ഓട്ടോമാറ്റിക്കലി മെഷീൻ തന്നെ കട്ട് ചെയ്യും. അടുത്ത പ്രോസസ്സിക്ക് ഇത് ബാർകോഡ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി. ഇത് വെക്കാനുള്ള ഇത് വേണം. പിന്നെ എന്തായാലും അൾട്ടിമേറ്റ്ലി ഈ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ബാക്കിലെ ഹ്യൂമൻ. ഇപ്പോൾ ജാക്മായിട്ട് ഒരു ഇത് കണ്ട് AI വന്നു കഴിഞ്ഞാലും മനുഷ്യൻ വേണം. ഹാർട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. അതായത് ഷജീർക്ക് 10 കസ്റ്റമറോട് ഒരു ദിവസം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ 10 പേരും 10 ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്.
അവരുടെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അതിൽ ലോൺ ഉണ്ടോ ഇല്ലയോ, അവരുടെ മക്കള് നാളെ ആ വീട്ടിലുണ്ടോ അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരിക്കലും എനിക്ക് തോന്നണില്ല എനിക്ക് മനസ്സിലാവുന്ന ആ ഹ്യൂമൻ ടച്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് കൊണ്ട് വന്നായിരിക്കും. അതെ അതെ അതെ. ഇപ്പൊ എല്ലാം പ്രോംപ്റ്റ് ചെയ്തൊന്നും നമുക്കൊരു കിട്ടാൻ പറ്റും. ഇനി അത് കിട്ടിയാലും ചെയ്യാനും പറ്റൂല. അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് പ്രാക്ടിക്കലി ഇതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ കിച്ചണ് എവിടുന്ന് കാണണം. ഇപ്പൊ ഇതൊരു ഓപ്പൺ കിച്ചണാ ഇപ്പൊ നമ്മുടെ ഷോറൂമിലിട്ട്. അപ്പൊ ഇത് പക്ഷെ ഇത്രയും ഭംഗിയായത് നമുക്ക് ഇങ്ങനെ ഓപ്പൺലി കാണാൻ പറ്റുന്ന സ്പേസ് ഉള്ളതുകൊണ്ട്. നേരെ മറിച്ച് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടില് ഒരു ഇതുപോലത്തെ ഒരു കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡിസൈൻ ഓപ്ഷൻസ് മൊത്തം ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റണ എന്താന്ന് വെച്ചാല് ഇത് എത്ര ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു സാധാരണ മലയാളിക്കാണെങ്കിലും അവന്റെ മനസ്സിലുള്ളത് ഇവിടെ കിട്ടുന്നു ഒരു ഫീൽ ഉണ്ട്. എന്നാൽ എത്ര പ്രീമിയം ചെയ്യണം, അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ളതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വിൽഫുള്ളി എടുത്ത തീരുമാനമാണോ? എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഏത് കാറ്റഗറി വന്ന ആളുകൾക്കും നമുക്കിവിടെ സർവീസ് പ്രൊവൈഡ്. ഇപ്പോൾ പ്രീമിയം ആയിട്ട് ചെയ്യണമെങ്കിൽ പ്രീമിയം ആയിട്ട് ചെയ്യുക. അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഒരു ബഡ്ജറ്റഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ചില പാനൽസ് നല്ല ഹെവി റേറ്റ് പാനൽസ്, ചിലത് നമുക്ക് ബഡ്ജറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോരുത്തർക്ക് വേണ്ടത്. ഇപ്പോൾ കിച്ചൺ ആയാലും 3 കിച്ചൺ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ കാറ്റഗറിയാണ്. അപ്പോൾ ഇനി അതെല്ലാം വേറെ കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ട എല്ലാ ക്ലാരിറ്റിയും, അതായത് ഹാൻഡ് ഓവർ വരെയുള്ള എല്ലാ ക്ലാരിറ്റിയും നമ്മുടെ ടീം ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്? ഫസ്റ്റ് യഥാർത്ഥ കസ്റ്റമർ ഇരുന്ന് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ബേസിക് കോട്ട് പ്രൊവൈഡ് ചെയ്യും ഫസ്റ്റ് ഇനീഷ്യലി. അത് ഏകദേശം ഒരു ബഡ്ജറ്റിംഗ് അറിയാനാ. അത് ചിലപ്പോൾ പ്ലസ് ഓർ മൈനസ് ഒരു 5% അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ബേസ് ചെയ്ത് വരുമ്പോഴാണ് അത് ഓക്കെ ആണെങ്കിൽ ഒരു ബുക്കിംഗ് പേയ്മെൻറ്റ് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും. അത് ഫസ്റ്റ് 2D പ്രൊവൈഡ് ചെയ്യും, അത് കഴിഞ്ഞ് 3D പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ബെറ്റർ ഇവിടെ വരുന്നതാണ്. പിന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ എന്ത് ഇടാം, ഏത് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, കാരണം ഇത് നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലാകാതെ നമ്മൾ അപ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ മാക്സിമം എവിടുന്ന് കിട്ടണമായാലും അതിൽ ഇടണം. അത് കഴിഞ്ഞ് 3Dയും ഫൈനലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രൊഡക്ഷന് കൊടുക്കുക. പ്രൊഡക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 40 വർക്കിംഗ് ഡേയ്സൊക്കെ ഒരു ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റലേഷനും ഇതുപോലെ നമ്മുടെ എല്ലാം ഇൻഹൗസ് ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ പോയിന്റ് എന്തെങ്കിലും സർവീസ്. ഇതെല്ലാം ഇത്രയും പ്രോസസ്സുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഓരോ ഹാപ്പി ടെസ്റ്റിമോണിയൽ കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്. ടെസ്റ്റിമോണിയൽ എന്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയാൽ പലതും റൈറ്റ് കസ്റ്റമർ, ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും കൊല്ലത്തായാലും എല്ലായിടത്തും. ഇതിന്റെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് പരസ്യം ചെയ്യണതെല്ലാം ഇവിടെ വരുമ്പോൾ കസ്റ്റമർക്ക് കിട്ടി, അതുകൊണ്ട് ആരും ചീത്ത വിളിച്ചില്ല, എല്ലാവരും വീണ്ടും നമ്മളെ കസ്റ്റമറിനെ കൊണ്ടുവന്നു എന്നുള്ളിടത്താണ്. അപ്പൊ ഈ ഒരു മിക്സ്ചർ ആണല്ലേ ചേർക്കുക. അതായത് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക, കസ്റ്റമറെ പരമാവധി ഹെൽപ്പ് ചെയ്യുക, എന്നിട്ട് ആ ഹാപ്പി കസ്റ്റമേഴ്സിനെ നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് അസെറ്റ്സ് ആക്കുക. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ നമ്മുടെ ഒരു അടുത്ത ഡിസ്കഷൻ്റെ ഒക്കെ പാർട്ടായിട്ട് എനിക്കറിയാം വീണ്ടും ഒരു ഗ്രോത്തിലേക്ക് തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. നിയാസ് എപ്പോഴും പറയാറുള്ള പോലെ ബിസിനസ് ഇല്ലാത്തപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഉള്ളപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ, ബിസിനസ് കൂടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ. പക്ഷെ ഇതിലേതാ പ്രശ്നം നല്ലതെന്ന് ചോദിച്ചാൽ ഉള്ളതിന്റെ പ്രശ്നം തന്നെയാണല്ലോ നല്ലതല്ലേ. പലപ്പോഴും ഇപ്പൊ ഗ്രോത്ത് ഫാദറിലേക്ക് വരുമ്പോൾ ക്ലയൻസ് ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പൊ 70 ക്ലയന്റ് ആയി, ഇനി ഞങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടും? കാരണം എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്. നമുക്ക് ഒത്തിരി വർക്കുണ്ട്, നമ്മൾ നല്ലതാന്ന് അവർക്കറിയാം. അത് ചിലപ്പോൾ അവർക്ക് ബെറ്റർ സർവീസ് കിട്ടാൻ ഒരു തടസ്സമാകുമോ എന്നുള്ളൊരു ഇത് വരുമല്ലോ. അത് നമ്മൾ എങ്ങനെ എൻഷുർ ചെയ്യണം? ഇപ്പൊ ഗ്രോത്ത് ഫാദറിന്റെ സൈഡിലാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവിന് നമ്മൾ 5 ക്ലയന്റിനെ കൊടുക്കുള്ളൂ. അല്ലാതെ ഒരു 6ാമത്തെ ഒരു ക്ലയന്റിന്റെ നമ്മൾ പുതിയ ആളെ ഹയർ ചെയ്യുള്ളൂ ക്ലയന്റ് കൂടുമ്പോൾ. അത് ഒരു വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രോത്ത് ഫാദർ 16 പേരിൽ നിന്ന് ഏകദേശം 55 പേരുള്ള ഒരു ടീമായത്. എനിക്ക് ഈ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, ആൾക്കാരെ എടുത്തേ പറ്റുള്ളൂ. അത് തന്നെയല്ലേ ശരിക്കും ടീം ഡെവലപ്മെന്റും നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്നു. ടീം ഡെവലപ്പ് ചെയ്യണം. അതോടെ ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ട്, അതിന്റെ മേളിലോട്ട് അവർക്ക് പ്രൊജക്ട് കൊടുക്കൂല. ഇപ്പോ ഇവിടുത്തെ ഡിസൈനേഴ്സിന് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം അറിയാം. അവർക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാം,
ഡിസൈനിനെ കുറിച്ച് അറിയാം, ഡിസൈൻ അൾട്ടിമേറ്റ്ലി ഇത് അവർക്ക് അറിയാം, പക്ഷെ മെറ്റീരിയലിനെ കുറിച്ച് അറിയാം. പലയിടത്തും ഇരുന്ന് വരയ്ക്കാനേ അറിയുള്ളൂ. ഇവിടുത്തെ ഡിസൈനേഴ്സ് അവർ ഡയറക്റ്റ് ഇരുന്ന് കസ്റ്റമർ സെയിൽസ് കൺസൾട്ട് ചെയ്യുന്ന ആളുണ്ട്, പിന്നെ ഡിസൈനർ, ഇവർ ഡയറക്റ്റ് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അറിയാലോ, ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല. ഇതൊക്കെ ആയിന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളിപ്പോൾ സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാനത് സക്സസ് ആയിട്ട് ഞങ്ങൾ ഗ്രോത്ത് സ്റ്റോറി അപ്പൊ നമ്മളത് കണക്കാക്കാത്തോടത്തോളം കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഷജീർ ഖാനെ പോലെ ഒരുപാട് കമ്പനിക്കാർ പുറത്തുണ്ടാവും. അവർക്ക് നല്ല സർവീസ് ഓഫർ ചെയ്യാനുണ്ടാവും, നല്ല കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ അവർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറവാണ്. ഡീറ്റെയിൽ മാർക്കറ്റിംഗ് എന്താണെന്ന്. ഒരു ഏജൻസിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരെന്താ ശ്രദ്ധിക്കണ്ടേ? ഒരു ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്? ഞാനതിൽ പറയാ, ലീഡ്സിന്റെ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ റെഡ് ഫ്ലാഗ്. എനിക്ക് 1000 ലീഡ് തന്നു, അതിൽ 999 എനിക്ക് പറ്റി. ഇപ്പൊ ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലൈന്റിനെ നിങ്ങൾ തരണം. ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ നമുക്കൊരു ടിക്കറ്റ് സൈസ് ഉണ്ട് നമ്മുടെ ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ന ആൾക്കാരാണ് നമ്മുടെ ക്ലൈന്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള ആൾക്കാർ നിങ്ങൾ തരില്ല. നിങ്ങൾ തരുന്നതിൽ അതാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ. താങ്ക് യു സോ മച്ച് ഷജീർക്ക്, ഇങ്ങനെ ഒരു സമയം തന്നതിന്. അറ്റ്ലീസ്റ്റ് വന്നതിന് ഒത്തിരി സന്തോഷം. ഗ്രോത്ത് ഫാദറിന്റെ കൂടെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമുക്ക് ഒരുമിച്ച് വളരാന്ന് പറയുന്നത്, ഒരുമിച്ച് വളർന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്കറിയാം വന്ന സമയത്ത് ഞങ്ങൾ എന്തായിരുന്നു നിയാസിനറിയാം, നിയാസ് എന്തായിരുന്നു നിയാസിന്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ച കാണുന്നുണ്ട്. സത്യം എനിക്ക് ഒരു പീസ്ഫുൾ മൈൻഡാണ്. ഞങ്ങൾ ആ ഒരു അതായത് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ഫോക്കസ് ചെയ്യാറില്ല. വല്ലപ്പോഴും പേയ്മെന്റ് ഇടാൻ വേണ്ടി, ഏത് പേയ്മെന്റ് നിങ്ങൾക്ക് തരാനുള്ള പൈസ അല്ല, മറ്റേ കാരണം അതിന്റെ ഒരു ട്രാൻസ്പെറൻസി പണ്ടൊന്നും നമുക്കറിയില്ല ഇത് ആരെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇന്റീരിയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകൾ നിങ്ങൾ വളരെ സ്വപ്നമായിട്ട് കാണുന്ന നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ സ്വപ്നം പോലെ തന്നെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അറ്റ്ലസിനെ കോൺടാക്ട് ചെയ്യാം. അവർക്ക് കൊച്ചി, കൊല്ലം, ട്രിവാൻഡ്രം 3 സ്ഥലത്ത് എക്സ്പീരിയൻസ് ഷോറൂംസ് ഉണ്ട്. അതുപോലെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ജസ്റ്റ് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ അറ്റ്ലസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഞങ്ങളെ വർക്ക് ഏൽപ്പിക്കുക. നിങ്ങളുടെ ബ്രാൻഡിനെ നമ്മൾ അടിപൊളിയാക്കി തരാം, നല്ല ഗ്രോത്ത് ഇതുപോലെ ഉണ്ടാക്കി തരാം. സോ താങ്ക് യു സോ മച്ച്. ഗ്രോത്ത് സ്റ്റോറീസിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.